ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് തിൻ സിലിണ്ടേഴ്സ്. ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഒരു ഭാഗമാണ് തിൻ സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. സിലിണ്ടറുകൾ, വെസലുകൾ അല്ലെങ്കിൽ സ്പെരിക്കൽ ഷേപ്പിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് കംപ്രസർ എയറുകൾ അല്ലെങ്കിൽ സ്റ്റീം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്യുന്നതിനായിട്ടാണ് പ്രധാനമായിട്ടും ഈ ഷേപ്പിലുള്ളത് യൂസ് ചെയ്യുന്നത്. ഇത് എം ടി ആയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ പ്രഷർ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ നെറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഒരു തരത്തിലുള്ള ഫോഴ്സോ കാര്യങ്ങളോ അതിൽ ആക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ വെസൽ അല്ലെങ്കിൽ സിലിണ്ടറുകൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വോള് സ്ട്രെസ്സ് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം ഇൻറ്റേർണൽ പ്രഷർ ഉണ്ടാവും, അപ്പോൾ സ്ട്രെസ് ഉണ്ടാവും. സിലിണ്ടറിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സ് ടെൻസൈൽ സ്ട്രെസ് ആണെന്ന് പറയുന്നത്. അതിന് ടെൻസൈൽ സ്വഭാവമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം സിലിണ്ടറുകൾ അല്ലെങ്കിൽ വെസലുകൾ അതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ അതിൻ്റെ വോൾ തിക്നെസ്സിനേക്കാളും 20 മടങ്ങ് കൂടുതലാണെങ്കിലാണ് അതിനെ തിൻ സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ തിൻ ഷെൽ, തിൻ സിലിണ്ടറിക്കൽ വെസൽ എന്നൊക്കെ പറയുന്നത്. ശ്രദ്ധിക്കുക, തിൻ സിലിണ്ടർ എന്ന് പറയുന്നത് എന്തിനാണ്? ഈ സിലിണ്ടറുകൾ തന്നെ ഇത്തരത്തിൽ സ്റ്റോർ ചെയ്യുന്ന സിലിണ്ടറുകളിൽ അതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ വോൾ തിക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെസൽ അല്ലെങ്കിൽ സിലിണ്ടർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാവും, ഒരു ഷീറ്റ് അല്ലെ, അതിനൊരു തിക്നെസ് ഉണ്ടാവും. ആ തിക്നെസ്സിനേക്കാളും 20 മടങ്ങ് കൂടുതലായിരിക്കും ഇതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ എങ്കിൽ അതിനെയാണ് തിൻ സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ തിൻ ഷെൽ അല്ലെങ്കിൽ തിൻ സിലിണ്ടറിക്കൽ വെസൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ഫിൽ ചെയ്യുന്ന സമയത്ത് ഇൻറ്റേർണൽ പ്രഷർ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇൻറ്റേർണൽ പ്രഷർ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവിടെ സ്ട്രെസ് ഉണ്ടാവും. അതിൻ്റെ സ്വഭാവം ടെൻസൈലായിരിക്കും. ടെൻസൈൽ സ്ട്രെസ്സാണ് ഈ വെസലിൻ്റെ അകത്ത് അല്ലെങ്കിൽ അതിനെ വോളിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ടെൻസൈൽ സ്ട്രെസ് ഇതിൽ 2 തരത്തിലാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. 2 ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയും. ഇത് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ അനുസരിച്ചാണ് അതിനെ പറയുന്നത്. സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിക്കൽ വെസൽ അല്ലെങ്കിൽ ഈ സിലിണ്ടറിനൊരു ആക്സിസ് ഉണ്ടാവും. ഇതിൻ്റെ ഒരു സെൻട്രൽ ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. അതായത് സിലിണ്ടറിൻ്റെ ഈ സർക്കുലറായിട്ടുള്ള സർഫസിലേക്കാണ് ഈ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. കൂടാതെ രണ്ടാമത് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഈ സിലിണ്ടറിൻ്റെ ആക്സിസിന് പാരലായിട്ട്, അതായത് സിലിണ്ടറിൻ്റെ 2 എൻഡിലേക്ക് എന്നുള്ള ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഏത് തന്നെ ആയാലും 2 പുറത്തോട്ട് 2 സൈഡിലേക്ക് വലിയുന്ന രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ടെൻസൈൽ എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിക്കുന്നത്. വലിച്ചു നീട്ടുന്ന തരത്തിലുള്ള ഫോഴ്സുകളെയാണല്ലോ നമ്മൾ ടെൻസൈൽ എന്ന് പറയുന്നത്. അപ്പോൾ 2 എൻഡിലേക്കാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടെൻസൈൽ സ്ട്രെസ്. സർക്കംഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സർക്കുലറായിട്ടുള്ള ആ വോളിലേക്കാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അവിടെയാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും സിലിണ്ടറിൻ്റെ. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് ആക്സിസിന് പാരലലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ പ്രഷർ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ, സ്ട്രെസ് ഉണ്ടാകുന്നത് കൊണ്ടൊക്കെ തന്നെ അവിടെ ഈ സിലിണ്ടർ ഫെയിലാവുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തത് പറയുന്നത് ഫെയിലിയർ ഓഫ് ദി ഷെല്ലാണ് അല്ലെങ്കിൽ സിലിണ്ടർ. 2 തരത്തിലാണ് ഫെയിൽ ചെയ്യുന്നത്. കാരണം 2 തരത്തിലാണ് ഫോഴ്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ 2 തരത്തിലാണ് സ്ട്രെസ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 2 തരത്തിലാണ് ഇതിന് ഫെയിലിയർ സംഭവിക്കുന്നത്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനാണ്. നമ്മൾ ആദ്യം അവിടെ കാണിച്ചിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ. അതായത് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഡയറക്ഷനിൽ ഫെയിൽ ചെയ്യുന്നതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കാരണം എന്താണ്? അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. അതായത് ഇത് ഈ തരത്തിൽ ഫെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലോ സ്ട്രെസ് ഉണ്ടാവണം അല്ലെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യണം. ഈ 2 ഡയറക്ഷനിലേക്ക് ഫോഴ്സ് ഉണ്ടാകുമ്പോഴാണ് അത് ഈ പറഞ്ഞ പോലെ ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ ഉണ്ടാകുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സാണ്. ഓക്കെ,
ഇനി രണ്ടാമത് സിലിണ്ടർ ഫെയിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് സെക്ഷനാണ്. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ഫെയിലാവും. ഓക്കെ, അതിൻ്റെ കാരണം എന്തായിരിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആയിരിക്കും. രണ്ട് തരത്തിൽ സ്ട്രെസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിൽ ഫെയിലിയർ ഉണ്ട്. രണ്ടാമത്തത് ഫെയിലിയർ ട്രാൻസ്വേഴ്സ് സെക്ഷനാണ്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ആ പേര് വരുന്നത്, ആക്സിസിന് പാരലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഫെയിലിയർ സംഭവിക്കുന്നത് ഇത് രണ്ട് സിലിണ്ടറായിട്ട് സ്പ്ലിറ്റ് ആവുക എന്നുള്ളതാണ്. അതാണ് ഫെയിലിയർ അലോങ് ട്രാൻസ്വേഴ്സ് സെക്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ രണ്ട് സിലിണ്ടറായിട്ട് ഇത് സ്പ്ലിറ്റ് ആവും, ട്രാൻസ്വേഴ്സ് ഫെയിലിയർ. രണ്ട് ഫെയിലിയറാണുള്ളത്, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയറും ഒന്ന് ട്രാൻസ്വേഴ്സ് ഫെയിലിയറും. ലോഞ്ചിറ്റ്യൂഡിനലി ഫെയിലാവാൻ കാരണം ഹൂപ്പ് സ്ട്രെസ്സാണ്. ട്രാൻസ്വേഴ്സ് ഫെയിലാവാൻ കാരണം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സാണ്. ഓക്കെ, ഇനി രണ്ട് തരത്തിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ട്രെസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെസ്സസ് ഇൻ ദ സിലിണ്ടേഴ്സ് ഡ്യൂ ടു ഇൻറ്റേർണൽ പ്രഷർ, അതായത് ഫ്ലൂയിഡ് ഫില്ലാകുന്ന സമയത്ത് ഇൻറ്റേർണൽ പ്രഷർ ഉണ്ടാവും. അപ്പോഴാണ് എന്തുണ്ടാകുന്നത്? സ്ട്രെസ് ഉണ്ടാകുന്നത് പറഞ്ഞു കഴിഞ്ഞു. രണ്ട് തരത്തിലാണ് സ്ട്രെസ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഒന്ന് സർക്കംഫറൻഷ്യൽ അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ്സാണ്, രണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സാണ്. അപ്പോൾ ഹൂപ്പ് സ്ട്രെസ് എന്താണെന്ന് ആദ്യം നോക്കാം. ദ സ്ട്രെസ് ആക്ടിങ് എലോങ് ദ സർക്കംഫറൻസ് ഓഫ് ദ സിലിണ്ടർ ഈസ് കോൾഡ് സർക്കംഫറൻഷ്യൽ ഓർ ഹൂപ്പ് സ്ട്രെസ്. ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിഗർ നോക്കുക. എന്താണ് ഇൻറ്റേർണൽ അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ D, ലെങ്ത്ത് L എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലൂയിഡ് പ്രഷർ ഈ സിലിണ്ട്രിക്കൽ വോളിലേക്ക് ആക്ട് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. ഇവിടെ അതിൻ്റെ സൈഡ് വ്യൂ അല്ലെങ്കിൽ റെൻറ്റ് വ്യൂ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക. അപ്പോൾ നമുക്ക് അറിയാം അത് ആക്ട് ചെയ്യുന്ന, അതിൽ ഏരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്? സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് ഉണ്ടാകുന്നത്. ഹൂപ്പ് സ്ട്രെസ് കൊണ്ട് ഉണ്ടാകുന്ന ഫെയിലിയർ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയറാണ്. കാരണം ഹൂപ്പ് സ്ട്രെസ് സർക്കംഫറൻസിലേക്കാണ്. അപ്പോൾ ഇത് ലെങ്ത്ത് വൈസ് രണ്ട് പകുതിയാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ലെങ്ത്ത് വൈസ് നീളത്തിൽ മുറിഞ്ഞു പോകാൻ, സിലിണ്ടർ മുറിഞ്ഞു പോകാനാണ് സാധ്യത ഹൂപ്പ് സ്ട്രെസ് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. നമ്മളിവിടെ ഡെറിവേഷൻ കാര്യങ്ങളും പറയുന്നില്ല, നമ്മൾ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഡെറിവേഷനും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഡെറിവേഷനും കാര്യങ്ങളൊന്നും സാധാരണ നമുക്ക് ചോദിക്കാറില്ല ഡിപ്ലോമ എക്സാമിന്. അതുകൊണ്ട് തന്നെ ഹൂപ്പ് സ്ട്രെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിഗ്മ എച്ച് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഹൂപ്പ് സ്ട്രെസ് എന്നുള്ളതിൻ്റെ H ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്ട്രെസ്സിന് നമ്മളിവിടെ സ്മോൾ സിഗ്മ തന്നെയാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. സിഗ്മ എച്ച് ഈക്വൽ ടു PD ഡിവൈഡ് ബൈ 2T. P എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പ്രഷറാണ്, അതായത് സിലിണ്ടറിനകത്തുണ്ടാകുന്ന ഫ്ലൂയിഡ് കൊണ്ടുണ്ടാകുന്ന ഇൻറ്റേർണൽ പ്രഷർ. D എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഡയമീറ്റർ. സ്മോൾ t എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദി വോൾ, അതായത് ഞാൻ പറഞ്ഞു സിലിണ്ടർ ഉണ്ടാക്കിയിട്ടുള്ള ആ മെറ്റലിൻ്റെ തിക്നെസ്, അതാണ് T എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് അവിടുത്തെ ഹൂപ്പ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സാണ്. നോക്കാം എന്താണ്? ദ സ്ട്രെസ് ആക്ടിങ് എലോങ് ദ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ഈസ് നോൺ ആസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. പറഞ്ഞത് അത് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ അനുസരിച്ചാണ് സ്ട്രെസ്സിന് പേരെന്ന് പറഞ്ഞു. നേരത്തെ സർക്കംഫറൻഷ്യലായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, അതായത് ലെങ്ത് വൈസ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നു. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഉണ്ടാകുന്നത് കൊണ്ട് ഇത് സ്പ്ലിറ്റ് ആകുന്നത് രണ്ട് സിലിണ്ടറായിട്ട് പകുതിയായിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലായി. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കൊണ്ട് ഏത് തരത്തിലുള്ള ഫെയിലിയറാണ് ഉണ്ടാകുന്നത്? ട്രാൻസ്വേഴ്സ് ഫെയിലിയറാണ് ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈക്വൽ ടു, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആയതുകൊണ്ട് L കൊടുത്തു, സിഗ്മ L ഈക്വൽ ടു PD ബൈ 4T. നേരത്തെ പോലെ തന്നെ ഇൻറ്റേർണൽ പ്രഷർ, ഡയമീറ്റർ, തിക്നെസ് ഒക്കെ തന്നെയാണ് ആവശ്യം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാണുന്നതിന്. അപ്പോൾ ഈ സ്ട്രെസ് ശരിക്കും ഈ ഇക്വേഷനിലേക്ക് എത്തിച്ചേരുന്നത് ബേസ്റ്റിംഗ് പ്രഷർ, അതായത് ഇത്
ഉള്ളിലുണ്ടാകുന്ന പ്രഷറും അതുപോലെ ഇതിനെ റെസിസ്റ്റിംഗ് ഫോഴ്സും ഉണ്ട്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രെസ്സ് ഇക്വേഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഡെറിവേഷൻ ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് ഇക്വേഷൻ നേരിട്ട് പറയുകയാണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് സിഗ്മ എൽ ഈക്വൽ ടു PD/4T എന്നാണ്. അതായത് ഇപ്പോൾ രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് PD/2T ആണ്, ഒന്ന് PD/4T ആണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഹൂപ്പ് സ്ട്രെസ്സിനേക്കാളും കുറവായിരിക്കും, അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ പകുതിയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സായി. PD/2T എന്നുള്ളത് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ PD/4T എന്നാവും. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ ഹാഫാണ്, അല്ലേ? ഹാഫ് ഇൻറ്റു ഹൂപ്പ് സ്ട്രെസ് ഈക്വൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ആ കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് എഫിഷ്യൻസി ഓഫ് ദ ജോയിൻ്റ് ആണ്. സിലിണ്ടർ എന്താണ്? സിലിണ്ടർ നമ്മളൊരു ഷീറ്റ് ഉപയോഗിച്ചാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെറ്റൽ ഷീറ്റ് ഉപയോഗിച്ചാണ് സിലിണ്ടർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോയിൻ്റ് എന്തായാലും വരും, ശരിയല്ലേ? ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്നല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻറ്റ്, ആ തരത്തിൽ ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കും. അതിൻ്റെ കൂടെ തന്നെ ലെങ്ത് കൂട്ടുന്നതിന് വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും? സർക്കംഫറൻഷ്യൽ ജോയിൻറ്റ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ജോയിൻ്റാണ് ഇവിടെ വരാൻ സാധ്യത. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻറ്റ്, രണ്ട് സർക്കംഫറൻഷ്യൽ ജോയിൻറ്റ്. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റിവെറ്റ് ചെയ്തുകൊണ്ട് ജോയിൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ദി ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻറ്റ് η_L എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഡിനോട്ട് ചെയ്യുന്നത് η_L ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം η_H എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻസി ഓഫ് ദി സർക്കംഫറൻഷ്യൽ ജോയിൻറ്റ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തതിന് ഇക്വേഷൻ നമ്മൾ നേരിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഡെറിവേഷനിലേക്കൊന്നും പോയിട്ടില്ല. നേരത്തെ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. PD/2T ആയിരുന്നു ഹൂപ്പ് സ്ട്രെസ്. അതിൻ്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട്? 2T ഇൻറ്റു η_L. ഓക്കെ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെ കൂടെയാണ് എന്ത് വരുന്നത്? η_H. ഈ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ രണ്ട് ഇക്വേഷനാണുള്ളത്. ഒന്ന് അതുപോലെ 2. ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ കൂടെയാണ് ലോഞ്ചിറ്റ്യൂഡിനലിൻ്റെ എഫിഷ്യൻസി വരുന്നത്. ആ ഇക്വേഷനിലാണ് ലോഞ്ചിറ്റ്യൂഡിനൽ എഫിഷ്യൻസി വരുന്നത്. അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിലാണ് ഈ η_H വരുന്നത്, അതായത് സർക്കംഫറൻഷ്യൽ ജോയിൻറ്റിൻ്റെ എഫിഷ്യൻസി വരുന്നത്. അത് കാരണം എന്താണ്? കാരണം ഹൂപ്പ് സ്ട്രെസ് കൊണ്ടാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കാണുന്നതിന് നമ്മൾ ഹൂപ്പ് സ്ട്രെസ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സർക്കംഫറൻഷ്യൽ ജോയിൻറ്റ് ഫെയിലാകുന്നത് എന്തുകൊണ്ടാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കൊണ്ടാണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിലാണ് അതിൻ്റെ എഫിഷ്യൻസി വരുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയാണ് തിൻ സിലിണ്ടേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ.